കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ഈ LPG സിലിണ്ടറിൽ ഇങ്ങനെ കുറേ അക്കങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടു കാണുക. ഇതിൽ കാണാമല്ലോ D25, പലതിലും ABCD എന്ന് പറഞ്ഞിട്ട് ഒരു അക്കവും കൂടെ കാണും. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഈ LPGയുടെ എക്സ്പയറി ഡേറ്റ് ആണ് ഇതെന്നാണ്. പക്ഷേ ഈ സിലിണ്ടറിൽ നോക്കൂ, B26 ആണെങ്കിൽ ഇത് എക്സ്പയറി ഡേറ്റ് അല്ല. ഇത് വന്നിട്ട് ഈ ABCD എന്ന് പറഞ്ഞ് തരം തിരിച്ചിരിക്കുന്നത് ഒരു വർഷത്തിനെ 4 മാസങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് ആദ്യത്തെ 3 മാസം, പിന്നത്തെ 3 മാസം, അങ്ങനെ തിരിച്ചിരിക്കുന്നതാണ് ഈ ABCD. A എന്ന് പറയുന്ന ആദ്യത്തെ 3 മാസം, D എന്ന് പറയുന്ന അവസാനത്തെ 3 മാസം, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന സംഖ്യ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഈ 24 എന്ന് കാണിച്ചിരിക്കുന്നത്, അതായത് ഈ അക്കം 25, 24 എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് അത് വർഷമാണ്. അപ്പോൾ 2025 ഇവിടെ 25 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലരും ഇതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ ക്വാളിറ്റി ചെക്കിന് വേണ്ടിയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഡേറ്റാണ്. അതായത് ഈ കാണിച്ചിരിക്കുന്ന സിലിണ്ടർ ഇത് D24 എന്ന് പറയുമ്പോഴേക്ക് ഡിസംബർ 2024 ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് വരുന്നത്. ക്വാളിറ്റി ചെക്കിങ്ങിൽ സിലിണ്ടർ നല്ലതാണെങ്കിൽ അടുത്തത് റീഫില്ലിനായിട്ട് അവർ ഉപയോഗിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ച് നശിപ്പിച്ച് കളയുന്നതാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്കൊരു പുതുതായിട്ട് സിലിണ്ടർ കിട്ടുമ്പോഴേക്കും ഈ ഡേറ്റ് നോക്കണം. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഡേറ്റിനേക്കാൾ പഴയ ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉടനെ ഈ 1906 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. എപ്പോഴും ഈ പിന്നെയുള്ളൊരു ഡേറ്റ് ആയിരിക്കണം ഇതിൽ എപ്പോഴും വരേണ്ടത്. അത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ഈ LPGക്ക് എക്സ്പയറി ഉണ്ടെന്ന് വിചാരിക്കണം. അതിനൊരിക്കലും എക്സ്പയറി ഡേറ്റ് ഇല്ല. ഇത് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്ക് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. ലൈക്ക് ചെയ്യുക, കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക.